വലിയൊരു പ്രതിഷേധ റാലിക്ക് സുൽത്താൻ ബത്തേരിയിൽ തുടക്കമിടുകയാണ്. സാധാരണ ജനങ്ങളാണ് മരിച്ചു വീഴുന്നത്. ഇത് നമ്മളെല്ലാം മനസ്സിനെ മുറിവേൽപ്പിക്കുന്നു. ഈ ലോക ജനതയിൽ സമാധാനം ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ബത്തേരിയിൽ നടത്തുന്ന ജനകീയമായിട്ടുള്ള ഈ കൂട്ടായ്മയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. എല്ലാവരും ഒരു മെയ്യായി ഈ റാലിയിൽ അണിനിരക്കുകയാണ്. ലോക മാനവികതയ്ക്കെതിരായുള്ള കടന്നാക്രമണം മനുഷ്യാവകാശ സംഘടനയും ഐക്യരാഷ്ട്രസഭയും പോലും നോക്കൂത്തിയാക്കിയാണ് ഈ ഇസ്രായേലി അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ നടന്ന സമരത്തിൽ ഈ ജൂതന്മാർ വരെ പങ്കെടുത്തു എന്ന വളരെ ആവേശകരമായ കാഴ്ച നമുക്കുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ഐക്യപ്പെടൽ നടക്കുകയാണ്. ലോകം മുഴുവൻ ഐക്യപ്പെട്ടുകൊണ്ട് ഒന്നായി നിൽക്കുമ്പോൾ സുൽത്താൻ ബത്തേരിയും അതേ പാതയിൽ പലസ്തീൻ്റെ മണ്ണിൽ, ഗസയുടെ മണ്ണിൽ ഇനിയൊരു യുദ്ധം വേണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയാനാണ് ഈ യുവാക്കളും കുട്ടികളും സ്ത്രീകളും എല്ലാവരും അടങ്ങുന്ന ഈ മഹാകൂട്ടായ്മ, ഈ മഹാറാലിയായി സുൽത്താൻ ബത്തേരിയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ IC ബാലകൃഷ്ണനും പങ്കാളിയാവുകയാണ്. കുട്ടികൾ, വിദ്യാർത്ഥികൾ, പ്രായം ചെന്നവർ, അവരുടെ വ്യവസായശാലകൾ, അവരുടെ സ്വാതന്ത്ര്യമായുള്ള യാത്ര എല്ലാം നിരോധിക്കപ്പെട്ട രീതിയിലേക്കുള്ള അതിക്രൂരമായ യുദ്ധമാണ് നടന്നിട്ടുള്ളത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഐക്യദാർഢ്യ റാലിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. ലോകത്തോട് വെടിനിർത്തലിനെ കുറിച്ച് സന്തോഷത്തോടു കൂടി അറിയിച്ച് മാധ്യമപ്രവർത്തകന്റെ മരണവും കൂടി അറിഞ്ഞപ്പോൾ ഇതിന് പങ്കെടുക്കാതെ നിവൃത്തിയില്ല എന്ന നിലക്ക് ഞാൻ ഓടി വന്നതാണ്. ഈ മഹാറാലി ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല. ഈ മഹാറാലി ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം നടത്തുന്നതല്ല. ഈ മഹാറാലി എല്ലാവർക്കും വേണ്ടി, മനുഷ്യ സ്നേഹികൾക്ക് വേണ്ടി, മനുഷ്യരൊന്നാകെ നടത്തുന്ന മഹാറാലിയുടെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സുൽത്താൻ ബത്തേരിയുടെ ഈ ഒരു മഹാറാലി വലിയ വിജയമായിരിക്കുന്നു. ഒന്നിച്ചിങ്ങനെ കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ്. എങ്ങനെ നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് എത്തി? നമ്മളെല്ലാവരും മനുഷ്യരാണ്. അതാണ് ഞങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ലോകത്ത് ഇതുവരെ ഒരു യുദ്ധത്തിലും കൊല ചെയ്യപ്പെട്ട മനുഷ്യരിൽ 2 പേരും സ്ത്രീകളും കുട്ടികളുമായിട്ട് മാറിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും. അങ്ങനെ ഒരു മഹാകൂട്ടക്കൊല ലോകത്ത് നടക്കുമ്പോൾ നിശബ്ദരായിരുന്നിട്ട് പിന്നെ ഞങ്ങൾ മനുഷ്യരാണ് എന്ന് പറയുന്നതിലൊന്നും. അതുകൊണ്ട് എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങളിങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരം ഒരു ആശയം വന്നതിന് ശേഷം തന്നെ എല്ലാ മനുഷ്യരും എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന അന്വേഷണത്തോടു കൂടി ഒന്നിച്ച് നിന്നുകൊണ്ട് മുഴുവൻ സമയവും ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ബത്തേരിയുടെ ഒരു മനുഷ്യത്വമാണ് ഈ വിജയത്തിന്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. 2 വാക്ക് ചെയർമാൻ കൂടെ പറയും. ഇല്ല, ശ്രീജിത്ത് മാഷ് പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല. കാരണം ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മളുടെ മനുഷ്യത്വം ഒന്നിക്കുന്നത്. മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ മനസ്സ് വേദനിക്കുന്ന വലിയൊരു ജനതയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ളൊരു വലിയ ജനതയാണ് ഒന്നിച്ചത് എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ വിജയം, മറ്റൊന്നും പറയാനില്ല.